ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. എന്താ എൻ്റെ പെങ്ങളുട്ടി നോക്കൂ ഗൈസ്. അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പറമ്പക്ക് പോവാണ്. പറമ്പക്ക് തേങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഗൈസ് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. ഉമ്മ ചാക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അൻസം മടാളെടുത്ത് റെഡി ആയിക്കണം. ഞങ്ങൾ പറമ്പക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മയും മൂത്തമ്മയുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് ഈ കാണുന്നത്. ഇത് നമ്മളെ വാടക സ്റ്റോറാണ് മാമൻ്റെ. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ടാണ് നമ്മളെ പറമ്പ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പീപ്പിളിയോ? അപ്പോൾ അതാ കുടുംബസംഘമായിട്ട് അങ്ങനെ പറമ്പക്ക് പോവാണ്. പോണ വഴിക്ക് മാമൻ്റെ വീട്. ഇതൊരു മാമൻ്റെ വീടാണ്. ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ഉള്ള ഒരു മാമുണ്ട്. അവരുടെ വീട്ടിലാണ്. അവിടെ വെക്കാൻ കുറച്ച് വർക്കുകളുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഗിരിരാജ് അസീലിന്റെ കുട്ടികളാണ്. ഇവിടെ കോഴികളെ മുട്ടാട്ട് പോവാ. ഇങ്ങനത്തെ വളർത്തണ്ടേ ഇവിറ്റക്ക് നല്ല ഇറച്ചി ഉണ്ടാവും. മാമന്റെ ഇവിറ്റ 4-5 കിലോനൊക്കെ വരും. ഇതാണ്ടോ അതിന്റെ പെട്ടയാണിത്. ഇതതിന്റെ പെട്ടയാണ്. അതും ഒരു പെട്ട. ഈ സാധനം ഈ കോഴി അടിപൊളിയായിട്ട്. ഇത് മറ്റേ നമ്മളെ കൊത്ത് ടൈപ്പ് മത്സരത്തിനൊക്കെ കൊണ്ടുപോകണ കോഴിയുണ്ടോ? ആ സാധനമാണ്. സീന് കോയില്ലേ? ഇത് മറ്റേ കൊത്തൂർണ ടൈപ്പ് ആ സാധനം ഉണ്ടല്ലോ, നമ്മൾ മത്സരത്തിനൊക്കെ കൊണ്ടുപോകില്ലേ, ആ സാധനമാണിത്. അസീലി എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു വേറെ ഐറ്റാണ് തോന്നുന്നു. നമ്മൾ പറമ്പൊക്കെ തേങ്ങ പറിക്കാൻ പോകുന്ന സമയത്ത് ഒരു മാമൻ്റെ വീട്ടിൽ കയറിയതാണ്. അവിടുന്ന് കണ്ട കോഴികളും ഇങ്ങനെ ഒരുപാട് കോഴികളുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങ ഇടുന്ന യന്ത്രം, തെങ്ങമ്മ കയറുന്ന യന്ത്രം ഒക്കെ എടുത്തിട്ട് പോവാണ്. തേങ്ങ ഇടാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എന്താ തേങ്ങ ഇടുന്ന മെഷീൻ അല്ല മരത്തുമൊക്കെ ഇടുന്ന മെഷീൻ. ബാക്കിയുള്ളവരെല്ലാവരും റെഡി ആയിക്കുന്നു. പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കുഞ്ഞങ്ങാട്ടിക്കാരെ ജീപ്പിലാണ് പോകുന്നത്. നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിക്കണു. സാധനം ജീപ്പിൽ കയറ്റിയിട്ടിക്കണം. ജീപ്പ് കൊണ്ടാണ് പറമ്പൊക്കെ കയറുന്നത്. ആ എല്ലാവരും ഇവിടെ ഉണ്ട്. ഉമ്മ പേരും ജീപ്പിൽ കയറുക. ഉമ്മ ഉമ്മ വിളിച്ചിട്ട് കേൾക്കണില്ല. വലിയ ചർച്ചയില്ല. നമ്മളെങ്ങട്ടാ പറമ്പക്ക് വണ്ടി അടിക്കും. അജിന്ന് മാറിക്കേം ഞങ്ങൾ പോവാണ്. ജീപ്പിലാണ്. നിങ്ങളുണ്ടേ പോരെ. ബജ്ജിൽ വെക്കാതെ പോയി. വണ്ടിയൊക്കെ സെറ്റായി. ഓഫ് റോഡ് വണ്ടി. ഉള്ളവര് വരും. ഇല്ലാത്തവര് പോകാറുണ്ട്. ഞങ്ങള് പോവാണ്. എന്റെ കാളായി. എന്റെ ബാക്കിക്ക് തട്ടി ഗൈസ്. എന്റെ ബാക്കിക്ക് തട്ടി. ഇസ്മായിലേ എന്താണ് പറയാനുള്ളത്? ഓഫ് റോഡ് കയറാണ്. ഓഫ് റോഡ് അയ്യോ ആകെ ബാക്കിലൊരു ടീം വരുന്നുണ്ട്.
മുലായിലൊക്കെ ഉണ്ടല്ലോ. ആ ഓല അവിടെ തടഞ്ഞു, ഓല് നിന്നു, അങ്ങോട്ട് മറിഞ്ഞു. ഓഫ് റോഡ് ഫൈനലി പറമ്പിലെത്തി. നമ്മളെ പറമ്പ് അല്ല പിന്നെ എത്ര കേറി പോകും നമ്മളില്ലേ? ആ പിന്നെ എത്ര നടന്നു പോരണം. അതിലെങ്ങനെ ഓഫ് റോഡ്. അങ്ങനെ പറമ്പൊക്കെ എത്തി നമ്മളെ വണ്ടി ഫൈനലി പറമ്പൊക്കെ എത്തി. എന്താ ചിരി. അങ്ങനെ നമ്മള് പറമ്പൊക്കെ എത്തിയിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോക്കാം. റബ്ബർ പാലുണ്ട്, റബ്ബർ പാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തേങ്ങ, മാങ്ങ, ചക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. മടല് കുറേ ഉണ്ട്. വലിയ റബ്ബറിൻ്റെ മുറി, റബ്ബർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റബ്ബർ പാലുണ്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോക്കട്ടെ. തേങ്ങയൊന്നും കാണാനല്ലോ ഗൈസ്. ഇവിടെ ഒരു തേങ്ങ, അവിടെ തേങ്ങ ഉണ്ട്. തേങ്ങ കുലുങ്ങുണ്ടോ? ഇത് മറ്റേ എന്താ ഇളനീനോ അങ്ങനത്തെ സാധനം തോന്നുന്നു. കുലുങ്ങണൊന്നും കാണാനില്ല. അതാ മെഷീൻ കൊണ്ട് വരുന്നു മാമൻ, ബാക്കത്തെ വേറെ മാമൻ പോകുന്നു. വേറെ മാമൻ, 3 മാമന്മാരിപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. പൈസ ഇജ്ജ് ഇങ്ങോട്ട് വന്നിക്കണേ? പമ്പക്കോ? എന്തിന്? തേങ്ങ ഇടാനോ? എന്നിട്ട് തേങ്ങ എവിടെ? അവിടെ ഉണ്ടോ? നമ്മള് വണ്ടി അടിയിലിട്ട് പോന്നു അല്ലേ? ഞങ്ങള് മേലൊക്കെ ഞങ്ങളെ വണ്ടി മേലൊക്കെ എത്തിയല്ലോ. മെഷീന് സെറ്റാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ആ തെങ്ങമ്മ കയറുന്നു കണ്ടോ, തേങ്ങ ഉണ്ട് ഗൈസ്. നമ്മളാദ്യം ഒരാളത് അവിടെ തേങ്ങ പെറുക്കാൻ വയ്ക്കണം. ആ വിറകിൻ്റെ മുറി അല്ല, റബ്ബറിൻ്റെ പൊട്ടിച്ചാടി മുറിച്ചെടുക്കണം. വ്ളോഗാണേ. ഒന്നാവോ? ഒരാളോടേ എങ്ങനെയുണ്ട് ഓഫ് റോഡ് എന്ന് ചോദിച്ചപ്പോൾ വേറൊരു എക്സ്പ്രസ് ഇട്ട് കാണിച്ചാന്ന്. അപ്പോൾ 1.5 കൊടുത്തു. അതിനുള്ള ഇറച്ചിക്ക് അതാ തെങ്ങമ്മ ആള് കയറി വരച്ച റബ്ബേ. വരുന്നു ഒരാള് ഓഫ് റോഡ് കയറാൻ പേടിച്ചിട്ടേ വരുന്നു. ഉമ്മയാണ് ഓഫ് റോഡ് കയറാൻ പേടിച്ചിട്ടേ നടന്നു വരിക. നിങ്ങൾക്ക് പേടിയായിരുത്തിട്ട് ഉമ്മ നിങ്ങൾക്ക് ആ വണ്ടിയിലാണ് കയറി കൂടാന്നില്ലേ? ഇതമ്മനെയാണ് നിങ്ങളെ. ഇതാ എന്തുമ്പോ ഒരാളുണ്ട്. എന്തൊക്കെയാ അവിടെ ചാടുന്നുണ്ട് തോന്നുന്നു. തേങ്ങയൊക്കെ കുറെ ചാടുന്നുണ്ട്. എന്താ തേങ്ങ അങ്ങനെ പോരുന്നുണ്ട്. അവിടെ ഒരു ടീം മറ്റേ മരം കൊത്തുന്നുണ്ട്. മരത്തിൻ്റെ കൊമ്പ് ചാടിയത്. എന്താ തേങ്ങയുടെ പൊങ്ങ് കിട്ടിക്കണം കഴിക്കാം. ഇനിയുണ്ടോ പൊങ്ങ്? ഇനിയുണ്ടോ? മുളച്ചൊരു പൊങ്ങ് എന്നാ ഇത് നോക്കിയിട്ടുണ്ടാവേ. നല്ല രസമുണ്ട്. കുറ്റി പോയി. ചെറിയ പൈതലുകൾ വരെ തേങ്ങടാൻ പോകുന്നു. ആനയല്ലേ ഇവിടെ ഇറങ്ങുക. ഒന്ന് കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോൾ അടുത്തേമ കയറാൻ നിൽക്കണം. ഇതുമേ ഒന്നു
അടുത്ത തെങ്ങ് അടുത്തത് റബ്ബറിന്റെ ചോട്ടിന്ന് കിട്ടാൻ മാത്രം വെട്ടുക. അങ്ങനെ വെട്ടുമ്പോ റബ്ബർ വെട്ടാക്കി അടുത്തീമ കയറുന്നുണ്ടോ? നമ്മളെ പറമ്പത്തെ പൈനാപ്പിൾ വിളവ് ആയിക്കണോ നോക്കി നോക്കട്ടെ. പൈനാപ്പിൾ ഉണ്ടാവുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പുറത്ത് ഒന്നുണ്ട്, അതിൻ്റെ അടിയിൽ ഒന്നുണ്ട് കണ്ടോ, ഇവിടെ ഒന്നുണ്ട്. ഓ എന്താ രസമല്ലേ കാണാൻ, നല്ല വൃത്തിയുണ്ട് കാണാൻ. 2 സാധനമുണ്ട് മാഷാ അല്ലാഹ്. അത് വലുതായിട്ട് നമുക്ക് പറിച്ചണം. നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരു പാർട്ടാണ് ഇപ്പം നമ്മൾ കാണിച്ചു തന്നത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ ഇതിൻ്റെ ബാക്കിലായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.